സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിൽ കൂടുതൽ കൂടുതൽ ആത്മീയ നിറവിലേക്കും വിശുദ്ധിയിലേക്കും വിശുദ്ധരായി തീരണം എന്നുള്ളതായ ചിന്തയിലേക്കൊക്കെ കടന്നു വരാനായിട്ട് കൂടുതൽ പ്രേരിപ്പിച്ചത് കേരളത്തിലെ ആദ്യത്തെ വിശുദ്ധയായ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലൂടെയാണ്. നമുക്കറിയാം, അൽഫോൻസാമ കൂടുതൽ വീരോചിതമായ പുണ്യങ്ങളോ സുഹൃതങ്ങളോ ചെയ്തില്ല. മറിച്ച് കൊച്ചു ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത സഹനങ്ങളും രോഗങ്ങളും നൊമ്പരങ്ങളും എല്ലാം ഈശോയുടെ സഹനത്തോട് നൊമ്പരത്തോട് ചേർത്ത് വെച്ചു. അങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ സഹനത്തിന് വിലയുണ്ടെന്ന് മനസ്സിലായി, ഒറ്റപ്പെടുത്തലിന് വിലയുണ്ടെന്ന് മനസ്സിലായി, കുറ്റപ്പെടുത്തലിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഈ വിലയെ തിരിച്ചറിഞ്ഞ് വില തരുന്നവൻ്റെ ആ സഹനത്തോട് ചേർത്ത് വെച്ചപ്പോഴാണ് ആ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും സഹനങ്ങളും നൊമ്പരങ്ങളും എല്ലാം വിശുദ്ധിയുടെ പുണ്യമായി, വിശുദ്ധിയുടെ അടയാളമായി അത് മുഴുവൻ മാറിയത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശുദ്ധിയുടെ ശരീരത്തിൽ സഹിച്ച ആ സഹനത്തിൻ്റെ യോഗ്യത ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈ വിശുദ്ധയുടെ പുണ്യപ്പെട്ട ജീവിതത്തിൻ്റെ യോഗ്യതയാൽ ഈ വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു, ആനന്ദം കൊടുക്കുന്നു. നമ്മൾ അൽഫോൻസാമയുടെ ജീവചരിത്രത്തിൽ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ അൽഫോൻസാമ സഹിച്ച് കിടന്ന വേദന, ആ സഹനത്തിൻ്റെ വിലയെ കണ്ട അവസ്ഥ, ആ ശരീരം കിടന്നതായ പായ അത് മരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ കൊണ്ടുപോയി അടുത്തുണ്ടായിരുന്ന പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ട ആ പായ അതിന് വലിയ വിലയൊന്നും കണ്ടില്ല, കാരണം അത് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പക്ഷേ ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഭ്രാന്തനായിട്ട് നാളുകളായിട്ട്, മാനസിക രോഗിയായിട്ട് നാളുകളായിട്ട് കഴിയുന്ന വ്യക്തി, ആ വ്യക്തി ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇട്ട പായിൽ ഒരെണ്ണം അവൻ എടുത്ത് തലയിലിട്ട് നടന്നു. അവൻ്റെ ഭ്രാന്തിൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ട് ഇട്ടുകൊണ്ട് നടന്നത്. പക്ഷെ എന്ത് സംഭവിച്ചതറിയോ? പിറ്റേ ദിവസം മുതൽ ഈ മാനസിക രോഗി പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ഭ്രാന്ത് അല്ലാതായി മാറി. വളരെ അപൂർവമായിട്ട് ഈ മാനസിക രോഗികൾ സുഖം പ്രാപിക്കുക എന്നുള്ള വൈദ്യശാസ്ത്രം പറയുമ്പം ബുദ്ധിമുട്ടാണ്, അസാധ്യമാണ്. കൃത്യമായിട്ട് മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകും. പക്ഷേ ഇവിടെ വലിയൊരു അടയാളം, വലിയൊരു സാക്ഷിയാണ്. എന്താണെന്നറിയോ? ജീവിതത്തിലെ സഹനത്തെ, ശരീരത്തിലെ രോഗം മൂലമുള്ള സഹനം, മാനസികമായിട്ടുള്ള നൊമ്പരത്തിൻ്റെ വേദനയുടെ സഹനം, അതെല്ലാം യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചപ്പോൾ, അങ്ങനെ ചേർത്ത് വെച്ച് കിടന്ന ആ ശരീരം കിടന്നിരുന്ന പായ, അതിലൂടെ ഒരു മാനസരോഗിയെ സുഖപ്പെടുത്താൻ ഈശോ ഉപയോഗിച്ചു. അപ്പം നമുക്കൊക്കെ പറഞ്ഞു തരിക, നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ സഹനങ്ങൾക്കും വേദനകൾക്കും നൊമ്പരങ്ങൾക്കെല്ലാം വലിയ വിലയുണ്ട്. ആ വില കിട്ടണമെങ്കിൽ അത് ഉള്ളിടത്തോളം കാലം ഒരിക്കലും നീ അതിനെ ഓർത്ത് മനസ്സിൽ ദുഃഖിക്കരുത്, വേദനിക്കരുത്, കുറ്റപ്പെടുത്തരുത്, പരാതി പറയരുത്, നിരാശപ്പെടരുത്. ഈ 5 കാര്യങ്ങൾ നിന്റെ ഉള്ളിലുണ്ടാകരുത്. മറിച്ച് അവ ഓരോന്നും യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ച് മറ്റ് അനേകം രോഗികളെ സുഖപ്പെടുത്താൻ, എൻ്റെ രോഗത്തിൻ്റെ സഹനത്തെ, എൻ്റെ രോഗത്തിൻ്റെ വേദനയെ, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിനെ, എൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഈശോയെ ഞാൻ കാഴ്ചവെക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ വേദനകളും നൊമ്പരങ്ങളും ആണെങ്കിലും അതിനെ ഈശോയുടെ കുരിശിലെ സഹനത്തോട് വേദനയോട് ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ വില അനേകരെ സുഖപ്പെടുന്ന വിലയാണ്, അനേകരെ രക്ഷിക്കുന്ന വിലയാണ്, അനേകരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന വിലയാണ്, അനേകം തകർന്നവരെ ആ തകർച്ചയിൽ നിന്ന് ഉയർത്തുന്ന വിലയാണ്. ഇത് ഞാനും നിങ്ങളും അനുദിന ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ രോഗം മാറണേ, സഹനം മാറണേ, കഷ്ടപ്പാട് മാറണേ, ബുദ്ധിമുട്ട് മാറണേ, പ്രയാസം മാറണേ എന്ന് പ്രാർത്ഥിക്കാതിരിക്കുള്ളൂ. മറിച്ച് അത് ദൈവം അനുവദിക്കുന്നതായതുകൊണ്ട്, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് അതിൻ്റെ മേലെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചാൽ ഞാൻ ലോകത്തിലെ മനുഷ്യ വ്യക്തികളെ രക്ഷിക്കുന്ന, രോഗികളെ സുഖപ്പെടുത്തുന്ന യേശുവിനോട് ചേർന്നുള്ള സഹരക്ഷകയായൊക്കെ നമ്മൾ മാറും. അങ്ങനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, നമ്മൾ
ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് 42 അധ്യായങ്ങളുള്ള ബൈബിളിലെ പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആ വ്യക്തിയുടെ പേരിലാണ് കൊടുത്തിരിക്കുന്നത്, ജോബ്. നമ്മൾ ജോബിൻ്റെ പുസ്തകം 1ഉം 2ഉം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ജോബിൻ്റെ ജീവിതത്തിൽ 5 നഷ്ടങ്ങൾ ദൈവം അനുവദിച്ചു. അച്ഛനും പറയുക, ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ പറയും, പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. അപ്പോൾ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നഷ്ടം, വേദന എന്ന് പറയുന്നത് ആ സമ്പത്ത് മുഴുവൻ ഇല്ലാതാകുന്നതാണ്. അതെ, അവൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. 1ാമത്തെ നഷ്ടം, സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. 2, അവന് 10 മക്കളുണ്ട്. ഈ മക്കൾ 10 പേര് മരിച്ചു. വേർപാടിൻ്റെ വേദന, സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന. 3, അവൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളും മുഴുവൻ അവനെ കൈവിട്ടു. 4ാമത്തെ വേദന, ജീവിതത്തിലെ സഹനത്തിലും നൊമ്പരത്തിലും എല്ലാം എപ്പോഴും ചേർന്ന് നിൽക്കേണ്ട, ആശ്വസിപ്പിക്കേണ്ട, ധൈര്യപ്പെടുത്തേണ്ട ജീവിത പങ്കാളി ഭാര്യ. ഈ ഭാര്യ ജോബിനോട് പറഞ്ഞു, ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം തിരുവചനം, ഇനിയും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുകയാണോ? നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നഷ്ടമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ നഷ്ടങ്ങൾ മുഴുവൻ അനുവദിച്ച ദൈവത്തെ തള്ളിപ്പറയൂ, ദൈവത്തെ തള്ളിപ്പറയൂ. അങ്ങനെ ദൈവത്തെ തള്ളിപ്പറയാനായിട്ട് സ്വന്തം ഭാര്യ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, കൂടെ നിൽക്കേണ്ട ഭാര്യ അവന് നഷ്ടപ്പെട്ടു. ജോബ് അവിടെയും പതറിയില്ല. ഉള്ളങ്കാൽ മുതൽ ശിരസ് വരെ വ്രണമില്ലാത്ത ശരീരഭാഗമില്ല, നിറച്ച വ്രണം. അപ്പോൾ അവൻ്റെ ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടു. സ്നേഹമുള്ളവരെ, സമ്പത്ത് നഷ്ടപ്പെട്ടു, സ്വന്തക്കാർ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു, സ്വന്തം ശരീരത്തിലെ ആരോഗ്യം നഷ്ടപ്പെട്ടു. ഈ 5 നഷ്ടങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ജോബ് ചെയ്ത 2 പ്രധാനപ്പെട്ട കാര്യം, അതാണ് ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം തിരുവചനം. ഒന്നാമത്, അവൻ്റെ നഷ്ടങ്ങൾ മുഴുവൻ ലാഭമാക്കി മാറ്റാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവൻ ദൈവത്തെ സ്തുതിച്ചു. അർത്ഥം, നഷ്ടത്തിൽ ലാഭം തരുന്ന ദൈവത്തിൽ അവൻ ആനന്ദിച്ചു. നഷ്ടത്തിൽ ലാഭം തരുന്ന ദൈവത്തിൽ ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലെ സഹനങ്ങളിലും നൊമ്പരങ്ങളിലും വേദനകളിലും രോഗപീഠകളിലുമെല്ലാം സാധിച്ചാൽ, അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയും ദൈവവും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 2ാമത്തെ കാര്യമാണ്, ഈ നഷ്ടങ്ങൾ മുഴുവൻ സംഭവിച്ചിട്ടും വചനം പറയുന്നു, ജോബ് ഒരിക്കലും നാവ് കൊണ്ട്, ജീവിതം കൊണ്ട് പാപം ചെയ്തില്ല. പാപം ചെയ്യാത്ത ജോബ് ദൈവത്തോട് ചേർന്നു. അതെ, ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാലതാമസങ്ങൾ അനുവദിക്കുന്നത് ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധത്തിലേക്ക് വരാൻ. 2, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപരി നന്മകൾ തരാൻ. 3, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വലിയവ, കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് ലഭിക്കാൻ. അതിൻ്റെ ഈ 3 കാരണങ്ങളുടെയും ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് ജോബ് എന്ന വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സത്യം.